of you, നമ്മുടെ ഓരോ സ്പർശനങ്ങളും, the Holy Spirit is going to capture your emotions. നിങ്ങളുടെ ഇമോഷനുകളെ, നിങ്ങളുടെ വികാരങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. All of your abilities, നിങ്ങളുടെ കഴിവുകൾ, all of your talents. നമ്മുടെ താലന്തുകൾ. Hallelujah. Amen. Hallelujah. Amen. Say praise the Lord. Praise the Lord. Hallelujah. Hallelujah. This is how it is possible. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? How? എങ്ങനെ? When I went to Germany, ഞാൻ ജർമ്മനി ചെല്ലുമ്പോൾ, this is see here, this is teaching. ഇത് പഠിപ്പിക്കുകയാണല്ലോ. In the open meeting, I don't go and say about my testimonies more. ഞാൻ പൊതുയോഗങ്ങളിൽ എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് അധികം പറയാറില്ല. I must decrease myself more. കാര്യം ഞാൻ എന്നെ തന്നെ കുറച്ചേ പറ്റൂ. But here in the teaching, ഇവിടെ പഠിപ്പിക്കുമ്പോൾ I must bring my example to you. എൻ്റെ ഉദാഹരണങ്ങൾ, സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരണം. Why? എന്തുകൊണ്ട്? Not to boost myself. എന്നെ തന്നെ ഉയർത്താനല്ല, To make you fit in God's ministry. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിങ്ങളെ യോഗ്യരാക്കി എടുക്കുവാൻ. Say hallelujah. Amen. So don't misunderstand me. അതുകൊണ്ട് ദയവായി തെറ്റിദ്ധരിക്കരുത്. So don't misunderstand me. തെറ്റിദ്ധരിക്കരുത്. This is for your opportunity. ഇത് എന്നെ ഉയർത്തുവാനല്ല, നിങ്ങൾക്കൊരു അവസരം തരാൻ. You will be changed. നിങ്ങൾ But who are you now? Who you are now? Right now. നാം ഇപ്പോൾ ക്രിസ്തുവിൽ ആരാണ്? There are 10 points I will tell you. 10 കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ പറയാൻ ആഗ്രഹിക്കുന്നു. Within half an hour. Half an hour, അരമണിക്കൂർ കൊണ്ട് 10 കാര്യങ്ങൾ. Say hallelujah. Amen. Exactly 1:30 I'll finish. 1:30ക്ക് ഞാൻ രാവിലത്തെ സെഷൻ നിർത്തും. I'll be very correct in this. ഞാൻ ആ സമയത്തിന് നിർത്തും. Say praise the Lord. Amen. Hallelujah. But if you come to Coimbatore, that teaching will be going on like that. കോയമ്പത്തൂർ പോയെങ്കിൽ ഇവിടെ നിൽക്കിയാലേ നിങ്ങൾ പോകും. So for everything you are precious people, right? Okay. See here, first of all, first point. ഒന്നാമത്തെ പോയിന്റ്, You are chosen. നാം തിരഞ്ഞെടുക്കപ്പെട്ടു. You are chosen. നാം തിരഞ്ഞെടുക്കപ്പെട്ടു. John 15:16 says. യോഹന്നാന്റെ സുവിശേഷം 15:16 Jesus പറയുന്നു. said to his disciples. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, You, my friends, you are chosen. നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. You have not chosen me, I have chosen. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. Whoever you may be. നിങ്ങൾ ആരായാലും, Whoever you may be. നിങ്ങൾ ആരായാലും, You may think in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, Is it possible by me? ഇത് എന്നെ കൊണ്ട് കഴിയുമോ? I am an ordinary person. ഞാനൊരു സാധാരണക്കാരനല്ലേ, I am uneducated. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത I ആളല്ലേ, am old woman. പ്രായമുള്ള അമ്മയല്ലേ. Is it possible for me to receive the gifts of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ഈ കൃപാദാനങ്ങൾ സ്വീകരിപ്പാൻ, എടുക്കുവാൻ എനിക്ക് കഴിയുമോ? Is it possible for me to do extraordinary things? അപൂർവമായ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് Is കഴിയുമോ? it possible for me to do greater things? വലിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുമോ? Your mind may say something, നിങ്ങളുടെ മനസ്സ് ചിലത് പറഞ്ഞേക്കാം, but your spirit may say something. പക്ഷേ നിങ്ങളുടെ ആത്മാവ് വേറെ ചിലത് പറയും. Hallelujah. Amen. Always we have mind power, നമുക്ക് എപ്പോഴും ബുദ്ധിക്കൊരു ശക്തിയുണ്ട്, soul power, നമുക്ക് നമ്മുടെ ജീവനിലൊരു ശക്തിയുണ്ട്, life giving power. ജീവദായക ശക്തിയുണ്ട്. Mind power, ബുദ്ധിയുടെ ശക്തി always bringing all kinds of negative ideas. നമ്മുടെ ബുദ്ധി എപ്പോഴും നെഗറ്റീവായ ആശയങ്ങളെ തരത്തുള്ളൂ. If I ask you about your food, about the worldly things, ലോകപ്രകാരമുള്ളതിനെ കുറിച്ചോ നിങ്ങളുടെ ആഹാരത്തെ കുറിച്ചോ പറഞ്ഞാൽ, you will not meditate here. നിങ്ങൾ ഒരിക്കലും അത് മനസ്സിൽ നിന്നല്ല എടുക്കുന്നത്. Your brain will think and say, I have eaten 5 idlis, 8 idlis, like that. ബുദ്ധിയിൽ നിന്ന് നിങ്ങൾ പറയും 5 ഇഡ്ഡലിയോ 8 ഇഡ്ഡലിയോ തിന്നെന്ന്. That is your mind. അത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് പറയുന്നു. About your education, നിങ്ങളുടെ വിദ്യാഭ്യാസം, your mind will be operated. നിങ്ങളുടെ ബുദ്ധിയാണ് We can പ്രവർത്തിക്കുന്നത്. call it manosakti. മനഃശക്തി എന്നതിനെ വിളിക്കാം, Manosakti. മനോശക്തി എന്നതിനെ വിളിക്കാം. But എന്നാൽ there is a life power, living power. ഒരു ജീവദായക ശക്തി നമുക്കുണ്ട്. There are many lakhs of millions of cells, living cells in your body. നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് ജീവനുള്ള സെല്ലുകളുണ്ട്. All the living cells will be operated by your life giving power. ജീവദായക ശക്തിയിൽ ഈ സെല്ലുകൾ പ്രവർത്തിക്കും. Your blood system, it has life giving power. നമ്മുടെ ബ്ലഡിനകത്ത് ജീവൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം. Mother milk, it has a life giving power. അമ്മയുടെ പാലിന് ജീവൻ കൊടുക്കുവാൻ ഒരു കഴിവുണ്ട്. Your tears, it brings a life giving power. നമ്മുടെ കണ്ണുനീരിന് ജീവൻ കൊടുക്കുവാൻ ഒരു കഴിവുണ്ട്. Your sperm, it has a life giving power. നമുക്ക് അങ്ങനെ ജീവദായക ശക്തി നമുക്കുണ്ട്. Your seed, it has a life giving power. നമുക്ക് സ്ത്രീ പുരുഷന്മാർക്ക് ജീവൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. But
എന്നാൽ what about our soul? നമ്മുടെ ആത്മാവിന് എന്താണ്? That's a soul. It has the power of God. നമ്മുടെ ആത്മാവിന് ഒരു ദൈവിക ശക്തിയുണ്ട്. The living connection, the link between God and man. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം. Today, ഇന്ന് first of all, ഒന്നാമതായി I want the Spirit of God, the soul of you should be stirred up by God's fire. പരിശുദ്ധാത്മാവിന്റെ തീയാൽ നമ്മുടെ ആത്മലോകം, ആത്മമണ്ഡലം ഉത്തേജിക്കപ്പെടണം. Say hallelujah. Amen. Hallelujah. Amen. When Adam was created, God himself breathed the breath into his nostril. ദൈവം ആദമിനെ സൃഷ്ടിച്ച ശേഷം തന്റെ മൂക്കിലേക്ക് ദൈവം തന്നെ ജീവശ്വാസം ഊതി. Bible says he became the living soul. വേദപുസ്തകം പറയുന്നു അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. Living soul. ജീവനുള്ള ദേഹി. Hallelujah. Amen. Animals are just life. That is ജീവ ജന്തുക്കൾ. മൃഗങ്ങൾ ജീവജന്തുക്കൾ മാത്രമാണ്. But we have power, that is soul power. നമുക്ക് നാം ജീവനുള്ള ദേഹികളാണ്. നമുക്ക് ജീവശക്തിയുണ്ട്. Say hallelujah. ഹല്ലേലൂയ പറഞ്ഞാലും. If the Holy Spirit comes and captures your soul power, പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ആത്മശക്തിയെ നിയന്ത്രിച്ചാൽ, then your whole physical body will be operated by God's supernatural touch. അങ്ങനെ ദൈവത്തിന്റെ അഭൗമികമായ ശക്തിയാൽ നമ്മുടെ ശരീരങ്ങൾ ചലിക്കപ്പെടും. Say hallelujah. Amen. Come on, give a big hand to Jesus. Hallelujah. 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 Remember, you are chosen by our Almighty God. മറക്കരുത്, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. There's a link between God and the people. നാമും ദൈവവും തമ്മിലൊരു ബന്ധമുണ്ട്. Amen. Amen. You are a living soul. നിങ്ങൾ ജീവനുള്ള ദേഹികളാണ്. You are a living soul. നിങ്ങൾ ഒരു ജീവനുള്ള You are ദേഹിയാണ്. a living soul. ജീവനുള്ള ദേഹികൾ. You are a living soul. ജീവനുള്ള ദേഹികൾ. Hallelujah. Amen. Hallelujah. Hallelujah. See, for the last 38 years I am doing God's work. കഴിഞ്ഞ 38 വർഷമായി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. Amen. Amen. Sometimes for the last 25 years, ചിലപ്പോൾ കഴിഞ്ഞ 25 വർഷം sometimes I preach only for the flesh. ഞാൻ Only for your flesh. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രസംഗിച്ചു. Sometimes I preach only for your bone. ചിലപ്പോൾ നിങ്ങളുടെ അസ്ഥിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. Tomorrow you will be knowing this thing. അതെന്തോ അന്നെന്ന് നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. Sometimes I preach only to your spirit. ചിലപ്പോൾ ഞാൻ ആത്മാക്കളോട് മാത്രം സംസാരിക്കും. Sometimes I come with authority to speak something to your mind. ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിയോട് സംസാരിക്കുവാൻ ഞാൻ ദൈവിക അധികാരത്തിൽ നിൽക്കും. After this power camp, എങ്ങനെയാണ് ഈ ശക്തി വരുന്നത്? after this power camp, എങ്ങനെയാണ് ഈ ശക്തി you will be വരുന്നത്? having that same authority. അതേ അധികാരം നിങ്ങളിലേക്ക് കൈമാറും. Say hallelujah. Amen. Mind to mind. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക്, Mind to mind. ബുദ്ധിയിൽ നിന്ന് Spirit to ബുദ്ധിയിലേക്ക്, spirit. ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക്, Spirit to spirit. ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക്. Do you know that if you don't come to the Lord, നിങ്ങൾ ദൈവത്തിലേക്ക് വരുന്നില്ല എന്നിരിക്കട്ടെ, your flesh, it has the power to operate other flesh. നിങ്ങളുടെ ശരീരങ്ങൾക്ക് മറ്റൊരു ശരീരത്തെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. It is like a lust. അത് ജഡീക വികാരങ്ങളായിരിക്കും. You know that? അതറിയാമോ? If anybody comes with a beautiful flesh, ഒരല്പ സൗന്ദര്യത്തിന്റെ മുഖച്ഛായയുമായി ആരെങ്കിലും വന്നാൽ, it is attracted by other people. മറ്റുള്ളവർ അതിൽ ആകർഷണീയരാകും. That it has the power, your flesh has the power to speak something. കാര്യം നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ജഡത്തിന്, നിങ്ങളുടെ മാംസത്തിന് മറ്റൊരുത്തിനെ To ആകർഷിക്കുവാനുള്ള attract the other ശക്തിയുണ്ട്. flesh. മറ്റൊരു ഒരു മാംസത്തെ I know ആകർഷിക്കുവാൻ. here all the people are not small children. ഇതിനകത്തിരിക്കുന്നവരാരും കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ല. It is good. Praise the Lord. Praise the Lord. Hallelujah. Amen. So there are elderly people. പ്രായമുള്ളവരാണ് ഇവിടെ അധികവും. You know this. നമുക്കിതറിയാം. There is no need to explain more. അത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. So after these 3 days, ഈ 3 ദിവസം കഴിയുമ്പോൾ we will be having authority. നമ്മിൽ അധികാരമുള്ളതിനാൽ, See, when the people come with the that is bone system problem, അസ്ഥിപഞ്ജരത്തിൽ കേടുള്ളവരായ ആളുകൾ വന്നാൽ, see, the power of God will directly speak to the bone. ആ ബോൺസിനോട്, ആ അസ്ഥിയോട് ദൈവശക്തി നേരിട്ട് സംസാരിക്കും. Sometimes if anybody comes with a nerve problem, ചിലപ്പോൾ നരമ്പുകളുടെ പ്രശ്നവുമായി ആളുകൾ വന്നാൽ, I speak directly to the nerve. ആ നെർവസ് സിസ്റ്റത്തോട് നേരിട്ട് പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കും. Sometimes brain to brain. ചിലപ്പോൾ ബുദ്ധിയിൽ നിന്ന് ബുദ്ധിയിലേക്ക്. Everything I'm going to teach you tomorrow. ഇത് നാളെയാണ് നമ്മൾ ആ സബ്ജക്ട്. But today just prepare your mind. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കുക. Say hallelujah. Amen. Are you happy? Are you happy? സന്തുഷ്ടരാണല്ലോ. But I don't go away from the word of God. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. Everything it is in the Bible. ദൈവത്തിന്റെ വചനത്തിലുള്ളത് മാത്രമേ പറയത്തുള്ളൂ. For everything I'll give notes. ഞാൻ പറയുന്നതിനൊക്കെ നോട്ടും തരാം. From after the lunch time. No lunch. There are people having fasting, praying. Sorry.
Lunch is a time. That's a break. That's it. Yeah, break. ബ്രേക്കിന് ശേഷം, Yeah. After the break time, ബ്രേക്ക് ടൈം കഴിഞ്ഞാൽ the teaching will be displayed here. പഠിപ്പിക്കാനുള്ള പോയിന്റ്സ് ഇവിടെ ഞങ്ങൾ പ്രൊജക്ട് ചെയ്യും. You can just note down everything. അത് നോക്കി എഴുതി എടുക്കാം. Everything from the word of God. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാത്രം. Say hallelujah. Hallelujah. Praise the Lord. Amen. Praise the Lord. Hallelujah. You will be having the authority like that. അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ടായിരിക്കും. Amen. Amen. When I went to Germany, ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ about 15 years back, ഒരു 15 വർഷം മുമ്പേ, the pastor was standing waiting for me in the airport. ഒരു പാസ്റ്റർ എനിക്ക് വേണ്ടി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. I went there, landed there, but he was simply looking that side. ഞാൻ ചെന്ന് ഇറങ്ങിയിട്ട് ഇവൻ വേറെടുത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. Searching the other people. മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ വായി നോക്കി നിൽക്കുക. I was having that his card and looking somewhere here. ഞാൻ ഇങ്ങനെ ഇവന്റെ കാർഡും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുക. Finally I found him. ഞാൻ അവനെ പോയി കണ്ടുപിടിച്ചു. I went and gave this card. Brother, do you know this address? ഒടുവിൽ ഈ കാർഡും കൊണ്ട് ഞാൻ അവന്റെ അടുക്ക ചെന്ന് ചോദിച്ചോട്ടോ ഇത് അറിയാമോ എന്ന് ചോദിച്ചു. And he was, by seeing me, oh, are you Samuel? പയ്യ അടിമുടി നോക്കിയ ചായ എന്നോട് ചോദിച്ചു, നിങ്ങളാണോ Jawar Samuel will come with a beard and like elderly person. You look ordinary man, young man. പ്രായമുള്ള ഒരു താടിക്കാരനായിരിക്കുമെന്ന് കരുതിയാ ഞാൻ നോക്കി നിന്ന്, നിന്നെ കണ്ടിട്ട് അതൊന്നും ഇല്ലല്ലോ. Then I asked, brother, is this your address? What's your name, brother? ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചത്, നിന്റെ അഡ്രസ് ആണോ, നിന്റെ പേരെന്നാ? He smiled and laughed and he didn't say his name. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നില്ല. Come brother, come on, follow me. ബാബാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. Then we went there. ഞങ്ങൾ പോയി. On the way, 2 elders of the church came. ആ പോകുന്ന വഴിക്ക് ചർച്ചിലുള്ള 2 എൽഡേഴ്സ് വന്നു. And he said, these are elders. എന്നോട് പറഞ്ഞു, ഈ 2 പേരെ ഞങ്ങളുടെ ചർച്ചിലെ I was shaking their hand. ഞാൻ അവരുമായി കൈ asking their name. അവരുടെ പേര് ചോദിച്ചു. And they laughed and smiled. They didn't mention the name. അവരും പേര് പറഞ്ഞില്ല, ചിരിച്ചോണ്ട് കൈ തന്നു. Then when I entered into his house, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ the small children ran. കൊച്ചു കുഞ്ഞുങ്ങൾ വന്നു. I was asking, what's your name, baby? കുഞ്ഞെ പേരെന്നാന്ന് ചോദിച്ചു. And that baby is also smiling without telling the name. കുഞ്ഞുങ്ങൾ പോലും പേര് പറയുന്നില്ല, ചിരിക്കുക. The Spirit of God was telling me, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, they are hiding the names. അവർ പേര് പറയാതെ മനഃപൂർവ്വം വിളിക്കുക. And you will know the things happening here. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം നീ അറിയും. The evening time came. വൈകുന്നേരമായി. There was a small church, air conditioned church. എയർ കണ്ടീഷൻ ആണ് ഒരു കൊച്ചു ചർച്ച്. There were only 22 people. 22 പേരേ ഉള്ളൂ. The moment I took the mic, ഞാൻ മൈക്ക് എടുത്തു. the Spirit of God filled me. പരിശുദ്ധാത്മാവ് എന്നെ നിറച്ചു. I was telling the names one by one. അവരുടെ പേരുകൾ ദൈവം എനിക്ക് one by one directly. ഡയറക്റ്റ് ആയിട്ടുള്ള പേരുകൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി. And they shouted and cried and came and testified. അവരെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു. Then only they confessed. What they confessed, you know? എന്താണ് അവർ വന്ന് ഏറ്റു പറഞ്ഞതെന്ന് അറിയാമോ? In the yesterday meeting, ഇന്നലത്തെ മീറ്റിംഗിൽ they decided when Jawar Samuel is coming, it seems. ജവഹർ സാമുവൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുന്നുണ്ട്. And we are told that he can reveal the father name, mother name like that. അദ്ദേഹം പ്രവചനാത്മാവിൽ മാതാപിതാക്കളുടെ വരെ പേര് പറയുമെന്ന് കേട്ടിട്ടുണ്ട്. We are only 22 people. ഇവിടെ ആകെ 22 പേരേ ഉള്ളൂ. If he comes and asks your name, don't tell name. ആരോടെങ്കിലും പേര് ചോദിച്ചാൽ 22 പേരല്ലേ ഓർത്തിരിക്കാം. അതുകൊണ്ട് ആരും പേര് പറയരുത്. You should not tell your name. കുഞ്ഞുങ്ങൾ പോലും പേര് പറയരുത്. If he asks your name, you must smile and go. ആരെങ്കിലും പേര് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് പോകണം. But the Holy Spirit knows. പക്ഷേ പരിശുദ്ധാത്മാവിനെ The Holy Spirit knows. Amen. The Holy Spirit knows. പരിശുദ്ധാത്മാവിനെ അറിയാം. God can reveal everything. ദൈവത്തിന് സകലതും വെളിപ്പെടുത്തുവാൻ കഴിയും. There are people here in the Bangalore, they came for personal prayer. ഇന്ന് ഇതിനകത്ത് ബാംഗ്ലൂരുകാരെ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നവരുണ്ട്. Is there anybody came for personal prayer already to me? നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പേ എൻ്റെ അടുക്കൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടോ? ഉള്ളവരൊന്ന് എഴുന്നേറ്റാട്ടെ. Look here. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വ്യക്തിപരമായി ഇതിനു മുമ്പേ വന്നിട്ടുള്ളോ? Ask them. അവരോട് നിങ്ങൾ ദയവായി ചോദിച്ചാൽ, I don't know about these people. എനിക്ക് അവരെ കുറിച്ച് അറിഞ്ഞുകൂടാ. But the moment I touch them, പക്ഷേ ഞാൻ അവരെ തൊടുമ്പോൾ God revealed the names, the father name, mother name, family name, their name. That's the supernatural power. അവരുടെ പേരും മാതാപിതാക്കളുടെ പേരും മറ്റു വിവരങ്ങൾ വരെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. Please be seated. Hallelujah. Amen. After these 3 days, ഈ 3 ദിവസം കഴിയുമ്പോൾ I tell you,
you will do supernatural miracles. നിങ്ങൾ മഹാ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും എന്ന് ഞാൻ ആവർത്തിക്കട്ടെ. You have to prove that there's a living God. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളാൽ തെളിയിക്കപ്പെടണം. It's not astrology or sorcery. ഇതിനകത്ത് യാതൊരു മാജിക്കും മന്ത്രവാദവുമില്ല. It's not sorcery or astrology. ഇതിനകത്ത് അസ്ട്രോളജി ഇല്ല. ഇതിനകത്ത് മാന്ത്രിക ശക്തി ഇല്ല. It is purely the prophecy, the gifts of revelation. ഇത് വെളിപ്പാടിന്റെയും കൃപാവരങ്ങളുടെയും വ്യാപാരമായിരിക്കും. God has the authority to understand everything. ദൈവമാണ് സകലതും മനസ്സിലാക്കി തരുന്ന അധികാരി. To read the hearts of the people. മനുഷ്യന്റെ ഹൃദയം മനസ്സിലാക്കുക. To read the minds of the people. മനുഷ്യന്റെ ആശയം മനസ്സിലാക്കുക. Say hallelujah. Amen. Hallelujah. Hallelujah. After these 3 days, 3 ദിവസം കഴിയുമ്പോൾ, during these 3 days, 3 ദിവസത്തിന് all the gifts will be imparted upon you. ഈ കൃപാവരങ്ങൾ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. You Malayalam people, മലയാളികളായ നിങ്ങൾ, you will be shaking the whole country. നിങ്ങൾ ഈ സാമ്രാജ്യത്തെ ഇളക്കുവാൻ. Hallelujah. Amen. Not only Kerala. കേരളം മാത്രമല്ല, I see Malayalam people everywhere in the world. ഞാൻ ലോകത്തിൽ പോകുന്നിടത്തൊക്കെ ഞാൻ മലയാളികളെ കാണാറുണ്ട്. I call them, they are called to be the Jews of India. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇന്ത്യയിലുള്ള യഹൂദന്മാരാണ് നിങ്ങൾ. I can call you boldly. എനിക്ക് നിങ്ങളെ ധൈര്യത്തോടെ അങ്ങനെ വിളിക്കാം. You are like Jews of India. ഇന്ത്യക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് യഹൂദന്മാരെ പോലെ. You are the people accepted Jesus first in India. ഭാരതത്തിൽ യേശുവിനെ ആദ്യം അംഗീകരിച്ച ജാതി നിങ്ങളാണ്. That's why you are blessed and you have been everywhere. You are in the whole world. അതുകൊണ്ടാണ് ലോകം മുഴുവനും നിങ്ങളെ ദൈവം ഉയർത്തിയത്. I tell you in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, after these 3 days, ഈ 3 ദിവസം കഴിയുമ്പോൾ, you will be receiving the supernatural touch. സ്വർഗീയമായ ഒരു ദൈവദാനം നിങ്ങൾ പ്രാപിച്ചിരിക്കും. The power, it is precious, but freely God is going to give you. The power, it is precious, but freely you are going to receive. നിങ്ങൾ സൗജന്യമായ വലിയ ദൈവിക ദാനം സ്വീകരിക്കാൻ പോകുകയാ. Say hallelujah. Amen. Hallelujah. Hallelujah. You will be shaking the country. നിങ്ങൾ രാജ്യത്തെ ഇളക്കണം. You will be changing the country. നിങ്ങൾ രാജ്യത്തെ രൂപീകരിക്കണം. But എന്നാൽ I tell you, ഞാൻ പറയട്ടെ, this Malayalam people, if you go to Kerala, കേരളത്തിൽ പോയാൽ Kunnangalam and all kind of the Kottayam, കോട്ടയത്തോ the കുന്നംകുളത്തോ, Marthoma, the Syrian Orthodox Church people, if you go and pray and they karayunu அந்த வெள்ளை வெள்ளையா போட்டுட்டு இப்படி உட்காந்துக்குவாங்க.